എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ചെറിയ സൗണ്ട് വ്യത്യാസം എന്ന് വിചാരിക്കേണ്ട. പ്രഭയ്ക്ക് തൊണ്ടവേദനയും ചെറിയൊരു പനിയൊക്കെ അടിച്ച കാരണം കൊണ്ട് സൗണ്ട് പോയി കിടക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സൗണ്ട് റെസ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് സൗണ്ട് കൊടുക്കലൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സംഭവം സാധാരണ വെജിറ്റബിൾസിൻ്റെ ഇടയിലേക്ക് കയറി വരാത്തൊരു സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ ബിരിയാണി. സാധാരണ കപ്പ, ബോട്ടി, കപ്പ, മീൻ അങ്ങനെയൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മളൊരു പരീക്ഷണാർത്ഥം കപ്പ വെജിറ്റബിൾ ബിരിയാണി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു സംശയത്തോടുകൂടെ തുടങ്ങിച്ചാലും സംഭവം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കിടിലനായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നല്ലെന്ന് പറയുക. ഓക്കെ, എന്നാൽ പിന്നെ അധികം സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിലേക്ക് നേരിട്ട് കിടക്കാം. ഇതിനാദ്യമായിട്ട് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന മാതിരി നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. ഓക്കെ, അതിനുവേണ്ടി ഒരു വെള്ളം അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി തിളപ്പിക്കുക. പിന്നെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ കഷ്ണങ്ങളിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റെല്ലാം വേണ്ടി വരും. ആവറേജ് ഇങ്ങനെ കറക്റ്റ് 10 മിനിറ്റല്ല. നന്നായി വെന്തതിന് ശേഷം, നല്ല സോഫ്റ്റായി വെന്തതിന് ശേഷം ഈ കഷ്ണങ്ങൾ നന്നായിട്ടൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഊറ്റി എടുക്കുക. വെള്ളമൊട്ടുമില്ലാതെ മാറ്റി വയ്ക്കുക. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്തത് നമുക്ക് വെജിറ്റേറിയൻ മസാല ഉണ്ടാക്കുകയാണ് ആവശ്യം. അപ്പോൾ അതിനായിട്ടൊരു വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയ ചങ്ക്സ് ആണ്. അപ്പോൾ സോയ ചങ്ക്സ് ആ വെള്ളത്തിലേക്ക് ഇട്ട്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം തിളയ്ക്കേണ്ടി വരും, നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം അത് സോഫ്റ്റായി കഴിഞ്ഞാൽ അത് വെള്ളം സ്ട്രെയിൻ ചെയ്ത് പിന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ വെള്ളം കൈകൊണ്ട് പിഴിഞ്ഞ് നന്നായി മാറ്റി എടുക്കണം, വെള്ളം മാറ്റി വയ്ക്കണം. അടുത്ത സ്റ്റെപ്പ് മസാല സൃഷ്ടിക്കലാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് നന്നായി ചൂടായി വന്ന് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഒരു പച്ചമണക്ക് മാറുന്നവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി ഒരു 1/2 കപ്പ് അതിലേക്ക് ഇടുക. പിന്നെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത് നമ്മുടെ ഇതിന് ആവശ്യത്തിനനുസരിച്ച് അതും അതിനകത്തേക്ക് ഇടുക. പിന്നെ ഒന്ന് നന്നായി വഴറ്റുക. നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഒരു ബ്രൗൺ കളറാകുമ്പോൾ, ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ, ഒരു ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റണം, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ ഏകദേശം നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, കരിയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ലേശം എണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി വരും. പിന്നെ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ചങ്ക്സ് ഇടുക. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെല്ലാം മസാല എല്ലാം സോയ ചങ്ക്സിൽ പിടിക്കുന്നവരെ നന്നായി ഇളക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എല്ലാ സ്ഥലത്തും ഉപ്പ് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം, ഏകദേശം ഒരു പകുതി വരെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ അടച്ച് വെച്ച് കുറച്ച് മല്ലിയില കൂടെ ഇടുക അതിനകത്ത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ ആ സോയ ചങ്ക്സിലേക്ക് നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞു. തുറന്ന് നോക്കി, വെള്ളമൊക്കെ വറ്റി നല്ല മസാല എല്ലാം അതിൽ പിടിച്ച് കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഒരു മസാല ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക.
വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇടുക. തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് ഒന്ന് വഴറ്റുക. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാക്കൊത്ത് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫിൻ്റെ മസാലയും അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ തേങ്ങാക്കൊത്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്കൊരു ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യാം. അതിലേക്ക് സവാളയും നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റുക. ഇത് നന്നായി വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വഴറ്റണം ഉള്ളി. എന്നാലാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. കുറച്ച് ഉപ്പൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ വഴറ്റാൻ കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി. അതിലേക്കൊരു ലേശം കരിവേപ്പില ഇട്ടു ഒന്ന് ഇളക്കി. ഇപ്പോൾ കാണുമ്പോൾ അറിയാം നല്ല സൈഡൊക്കെ മുരിഞ്ഞ് നല്ല ഉള്ളി നല്ല കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. അതിലേക്ക് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണത്. ഇനി എല്ലാ മസാലയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നു. ഈ വഴണ്ട് വന്ന മസാലയിലേക്ക് ഈ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ചങ്ക്സ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. കുറച്ച് നേരം വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ എന്തിനാണ് ഈ മസാല അഡീഷണൽ ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി കപ്പയിലേക്കും കൂടെ ചേരാൻ വേണ്ടി ഈ വഴറ്റിയതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും കാര്യങ്ങളെല്ലാം കപ്പയിലേക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇനി 5 മിനിറ്റ്, ഏകദേശം 5 മിനിറ്റ് താഴെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നല്ല കുറുകി വന്ന് നല്ല ഇപ്പോൾ അതിൻ്റെ ഗ്രേവി എല്ലാം കുറുകി വന്ന് ഇപ്പോൾ ഏകദേശം ഒരു ബീഫിൻ്റെയൊക്കെ ഒരു ലുക്ക് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. ടേസ്റ്റും അതുമാതിരി തന്നെയാണ്, അടിപൊളിയായിട്ടുണ്ടാവും. കാരണം തേങ്ങാക്കൊത്തും ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ഇതന്നെ കൂട്ടി അങ്ങനെ കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറിയ പീസുകളാക്കി ഇപ്പോൾ എല്ലാ സ്ഥലത്തും മിക്സ് ചെയ്ത് ഇപ്പോൾ കപ്പയും സോയാബീൻ ചങ്ക്സും കൂടി മിക്സായിട്ട് അതിൻ്റെ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല സൂപ്പർ ഒരു ലുക്കായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ വെതറുക. അപ്പോൾ ഒരു നല്ല ചില്ലി ഫ്ലേക്സ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം നല്ല ഇങ്ങനെ മുകളിലിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവേഴ്സ് പെട്ടെന്ന് ആഡായി കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിൽ വെതറിയിടുക. ഇപ്പോൾ കാണാൻ തന്നെ ഒരു സൂപ്പർ ലുക്കായിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല ഇളക്കി യോജിപ്പിച്ച് വലിയ പീസസ് എല്ലാം ഉണ്ടെങ്കിൽ ചെറുതാക്കി ഒന്ന് സ്മാഷ് ചെയ്ത് ഈ ഇളക്കിയെടുക്കുക നല്ല വൃത്തിയായി. ഇനി ഈ സോയ മസാലയും കപ്പയും ഇതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നിച്ച് കുക്ക് ചെയ്തൊരു ഫ്ലേവർ വരാൻ വേണ്ടി ഒരു 4-5 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നല്ല സൂപ്പർ ഫ്ലേവർ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് ബിരിയാണിയുടെ നല്ല വാസന വരുന്നുണ്ട്. വാസന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ഫീലുണ്ട്, ആ ഒരു ലുക്കും എല്ലാം. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കപ്പ ബിരിയാണി റെഡി ടു സെർവ്. അപ്പോൾ ഈ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഇതിൻ്റെ സൂപ്പർ അരോമ, സൂപ്പർ ഫ്ലേവർ നന്നായി വരുന്നുണ്ട്. അപ്പോൾ വാസന കേട്ടാൽ തന്നെ നമുക്കൊന്ന് കഴിച്ച് നോക്കും. ഇതിൻ്റെ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സോയ ചങ്ക്സും തേങ്ങ കഷ്ണവും മസാലയും കപ്പയും എല്ലാം കൂടെ ചേർത്തിട്ടൊരു കിടിലൻ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.